നമസ്കാരം. ലളിതാ സഹസ്രനാമത്തിലെ 10ാമത്തെ നാമമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓം മനോരൂപേക്ഷുഗോദണ്ഡായേ നമ. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് ചേർത്ത് വായിക്കുമ്പോൾ ഓം മനോരൂപേക്ഷു കോദണ്ഡായേ നമ എന്ന് നമ്മൾ വായിക്കും. അതായത് മനസ്സ്, ഒന്ന് മനഃ, രണ്ട് രൂപ. രൂപ എന്ന് പറഞ്ഞാൽ രൂപഹ എന്നുള്ളതാണ്. മനോരൂപ. ഇക്ഷു എന്ന വാക്കിന്റെ അർത്ഥം കരിമ്പ് എന്നാണ്. കോദണ്ഡം, കോദണ്ഡം എന്ന് പറഞ്ഞാൽ വില്ല്, വില്ലാണ്. വില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അമ്പെന്ന് പറയുന്നത് അസ്ത്രം, അതല്ല വില്ല്. അപ്പോ അസ്ത്രം എയ്യാനുള്ള ആ ആയുധം വില്ല്. അപ്പോ കരിമ്പും വില്ല് ഏന്തിയവളാണ് ദേവി. ദേവിയുടെ 4 കൈകളിൽ ഒരു കൈ എന്താണ്? ഇക്ഷു കോദണ്ഡമാണ് ധരിച്ചിരിക്കുന്നത്. ഇക്ഷു കോദണ്ഡം. ഇക്ഷു എന്ന് പറഞ്ഞാൽ കരിമ്പ്, കോദണ്ഡം എന്ന് പറഞ്ഞാൽ വില്ല്. അപ്പൊ ഇക്ഷു കോദണ്ഡം എന്ന് പറഞ്ഞാൽ കരിമ്പും വില്ല് ധരിച്ചവളാണ് ദേവി. അത് ആ കരിമ്പ് എന്തിനെ പ്രതീകമാക്കുന്നു? മനോരൂപ ഇക്ഷു, മനോരൂപേക്ഷു എന്നാണ് പറയുക. അപ്പോ മനസ്സ് രൂപമായിട്ടുള്ള ഇക്ഷു, നമ്മുടെ മനസ്സ് കരിമ്പ് പോലെയാണ്. അത് വളഞ്ഞാൽ അത് വളയും, ഫ്ലെക്സിബിൾ ആണ്. ഒന്ന് വലിച്ചാൽ ചിലപ്പോൾ അത് ഒടിയുകയും ചെയ്യും കരിമ്പ്. മാത്രമല്ല കരിമ്പ് വളരെ മധുരമാണ്. നമ്മുടെ മനസ്സ് എങ്ങനെയുള്ളതായിരിക്കണം? വളരെ മധുരമുള്ള മനസ്സായിരിക്കണം നമുക്ക് ഉള്ളത്. നമുക്ക് നല്ല മധുരമുള്ള മനസ്സായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെയുള്ള മന രൂപ ഇക്ഷു കോദണ്ഡം ധരിച്ചവളാണ്, കരിമ്പ് വില്ല് ധരിച്ചവളാണ് ദേവി. അപ്പോ മനോരൂപേക്ഷു കോദണ്ഡായേ നമ. ഞാൻ കൂടുതലൊന്നും വിവരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ലളിതാ സഹസ്രനാമത്തെ പറ്റി ഒരുപാട് പണ്ഡിതന്മാര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്റെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക്, അതായത് ബേസിക്കലി ഒരു ലളിതാ സഹസ്രനാമം തെറ്റുകൂടാതെ വായിക്കാനും അതിന്റെ അർത്ഥം സാമാന്യമായും അറിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് അതിന്റെ വ്യാഖ്യാനങ്ങളിലോട്ട് കടക്കാതെ ഓം മനോരൂപേക്ഷുഗോദണ്ഡായേ നമ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥവും അതിന്റെ കാര്യങ്ങളും മാത്രം പറയുന്നത്. ഓക്കെ, അപ്പോ മന രൂപ ഇക്ഷു. ഇക്ഷു എന്ന് പറഞ്ഞാൽ കരിമ്പ്, കോദണ്ഡം വില്ല്. ഓം മനോരൂപേക്ഷു കോദണ്ഡായേ നമ. മനസ്സ് രൂപമായിട്ടുള്ള കോദണ്ഡം, കരിമ്പ് വില്ല് ധരിച്ചവളാണ് ദേവി. നമസ്തേ.